സ്വർണ്ണവില തകർന്ന താഴെ, ഗ്രാം വില 12,000-ത്തിനും താഴേക്ക്. പവൻ വിലയിൽ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകും. സ്വർണ്ണവിലയിലെ വലിയ ഇടിവിൽ അന്തിച്ചു നിൽക്കുകയാണ് നിക്ഷേപകർ. യുദ്ധ സാഹചര്യത്തിൽ വില കത്തിക്കേറുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വലിയ നിക്ഷേപം നടത്തിയവരിൽ പലരും വില തുടരെ ഇടിയുന്നതോടെ സ്വർണ്ണത്തെ പൂർണ്ണമായും കൈയൊഴിയുകയാണ്. ലാഭമെടുപ്പ് ശക്തമായതും സ്വർണ്ണവിലയിലെ ഇടിവിന് ശക്തി പകരുന്നുണ്ട്. അതേസമയം ഇറാനിലെ നിലവിലെ യുദ്ധത്തിന് വ്യക്തമായൊരു അന്ത്യം കാണാത്ത സാഹചര്യത്തിൽ സ്വർണ്ണ നിക്ഷേപകർക്ക് വിപണിയിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഊർജ്ജ വിലയിലുണ്ടായ വർധനവ് പണപ്പെരുപ്പ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് സെൻട്രൽ ബാങ്കുകളെ പണലഭ്യത ലഘൂകരിക്കുന്ന നടപടികളിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കും. ഇത് സ്വർണ്ണത്തിനുള്ള പെരുമ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. മധ്യേഷ്യയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെയും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറന്നാൽ വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നതിനെയും ആശ്രയിച്ചിരിക്കും ഇനിയെല്ലാം എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. നാഡിക്സിസിലെ പ്രഷ്യസ് മെറ്റൽസ് അനലിസ്റ്റ് ബെർണാഡ് ദദ്ദ തന്റെ ഏറ്റവും പുതിയ പ്രഷ്യസ് മെറ്റൽസ് കുറിപ്പിൽ ഇറാനുമായുള്ള യുദ്ധം എങ്ങനെ പുരോഗമിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നിലവിൽ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,500 താഴെയാണ് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. വില ഇനിയും താഴേക്ക് വീഴാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ ആസ്തികൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും യുദ്ധം നീണ്ടുപോകുകയും ചെയ്താൽ സ്വർണ്ണവില ഒരു ഔൺസിന് $4,000 താഴ്ന്ന നിലയിലെത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം സാഹചര്യത്തിൽ സ്ഥിരമായ ഊർജ്ജ വിലകൾ കണക്കിലെടുത്ത് ഫെഡിനും പലിശ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടിവരും, അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും സ്വർണ്ണത്തിന്റെ ദീർഘകാല പ്രവണത ഒരു ഔൺസിന് $4,000 താഴെയായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള നാശനഷ്ടങ്ങൾ പരിമിതമാണെങ്കിൽ എണ്ണവില വേഗത്തിൽ യുദ്ധത്തിനു മുമ്പുള്ള നിലകളിലേക്ക് തിരിച്ചെത്തിയാൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതിൽ കൂടുതൽ താൽപര്യം കാണിച്ചേക്കാം. ഇത് ക്രമേണ സ്വർണ്ണത്തെ $5,000 മുകളിൽ സ്ഥിരമായ നിലകളിലേക്ക് തിരികെ എത്തിച്ചേക്കാം. സമീപകാലത്ത് സ്വർണം ചില പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ അമൂല്യ ലോഹത്തിൽ തങ്ങൾ ശുഭാപ്തി വിശ്വാസികളാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ആഗോള സമ്പദ്വ്യവസ്ഥ ഭൗമരാഷ്ട്രീയപരമായ പ്രക്ഷുബ്ധയും വർദ്ധിച്ചുവരുന്ന സർക്കാർ കടവും കാരണം അഭൂതപൂർവമായ അനിശ്ചിതത്വം നേരിടുന്നത് തുടരുന്നതിനാൽ വർഷത്തിന്റെ തുടക്കത്തിൽ നിക്ഷേപകർ സ്വർണം വാങ്ങാനുണ്ടായ സാഹചര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് സാക്സോ ബാങ്കിലെ ഹെഡ് ഓഫ് കമ്മോഡിറ്റി സ്ട്രാറ്റജിസ്റ്റ് ഓലെ ഹാൻസൻ. നിക്ഷേപകർക്ക് വീണ്ടും താൽപര്യമുണ്ടാകണമെങ്കിൽ നിലവിലെ പ്രിയം കുറയണം, അദ്ദേഹം പറഞ്ഞു. സാങ്കേതികപരമായ ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഊർജ്ജവില വർദ്ധിക്കുന്നതിലൂടെയുണ്ടാകുന്ന വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പ ഭീഷണിയാണ് യുദ്ധത്തിനിടയിലും സ്വർണം ഒരു സുരക്ഷിത താവളമായി പെരുമാറാത്തതിന്റെ പ്രധാന കാരണമെന്ന് വിശകലന വിദഗ്ധർ പറഞ്ഞു. ഔൺസ് വില $4,000 താഴെ എത്തിയാൽ കേരളത്തിൽ ഒരു ഗ്രാം സ്വർണ്ണ വില 12,300 അടുത്തോ അതിന് താഴേക്കോ എത്താം. പവൻ വില 1,00,000 താഴെയാകും. യുദ്ധത്തിനിടയിലും ഇത്രയും വലിയൊരു ഇടിവ് സംഭവിച്ചാൽ സ്വർണ്ണ വിലയിലുണ്ടാകുന്ന വലിയ ട്വിസ്റ്റായിരിക്കും അത്.